പരിശുദ്ധ ദിവസം കൂടെ ദൈവാത്മാവ് നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ പാലിച്ചതിക്കായി സ്തോത്രം ಮಾಡ್ತೀನಿ. ഈ വിശുദ്ധ ദിവസം ഓരോരുത്തരെയും വളരെ ആത്മാർത്ഥമായിട്ട് ആരാധനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിശുദ്ധ ദിവസവും പ്രതിയൊಬ್ಬರನ್ನು ನಾವು ആത്മാർത്ഥವಾಗಿ ಸ್ವಾಗತ ಕೋರುವರಾಗಿದ್ದೇವೆ. തന്നെയുമല്ല ഞങ്ങളുടെ വിശേഷമായ സ്നേഹവന്ദനങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ಅದು ಮಾತ್ರವಲ್ಲ ನಮ್ಮ ಪ್ರೀತಿಯ ವಂದನೆಗಳನ್ನು ಕೂಡ ತಿಳಿಸುವರಾಗಿದ್ದೇವೆ. ദൂതന്മാരും സാറാഫുകളും ആരാധിക്കുന്ന ದೂತರುಗಳು ಸಾರಾಫುಗಳು ಆರಾಧನೆ ಮಾಡುತ್ತಿರುವಂತ അസംഖ്യം വിശുദ്ധർ ആരാധിക്കുന്ന ಅಸಂಖ್ಯವಾಗಿರುವ ಪರಿಶುದ್ಧರು ಆರಾಧನೆ ಮಾಡುವಂತ ജീവികളെ മൂപ്പന്മാരും ആരാധിക്കുന്ന ಜೀವಿಗಳು ಮತ್ತೆ ಮೂಪರುಗಳು ಆರಾಧನೆ ಮಾಡುತ್ತಿರುವ ദൈവ കുഞ്ഞാടായ കർത്താവിനെ ആരാധിക്കാനുള്ള ഒരു ഭാഗ്യം, ದೇವರ ಕುರಿಮರಿಯಾಗಿರುವಂತ ಕರ್ತನನ್ನು ಆರಾಧನೆ ಮಾಡಕ್ಕಿರುವಂತ ಒಂದು ಭಾಗ್ಯವು ദൈവാത്മാവി പകൽക്കാലം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ದೇವರಾತ್ಮನು ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ನಮಗೆ ದಯಪಾಲಿಸಿದ್ದಾನೆ. വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഹൃദയംഗമായി കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് ತುಂಬಾ ಆದರದಿಂದ ಗೌರವದಿಂದ ಕರ್ತನನ್ನು ಸಂತೋಷದಿಂದ ಆರಾಧನೆ ಮಾಡಕ್ಕೋಸ್ಕರ ಒಪ್ಪಿಸಿಕೊಡೋಣ. നമുക്കറിയാം ലോകരാജ്യങ്ങൾ വളരെ ദുരന്തപൂർണമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. ನಮಗೆ ಗೊತ್ತುಂಟು ലോകരാജ്യಗಳು ತುಂಬಾ ಭಯದಲ್ಲಿ ಹೋಗುತ್ತಿರುವಂತಹ ಸಮಯಗಳಾಗಿದೆ. അനേകർ ലോകത്തുനിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്നു. ಅನೇಕರು ಲೋಕವನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. അനേകർ മരണഭീതിയിലായിരിക്കുന്നു. ಅನೇಕರು ಮರಣದ ಭಯದಲ್ಲಾಗಿದ್ದಾರೆ. അനേകർ മരണവാതിലിനോട് അടുത്തിരിക്കുന്നു. ಅನೇಕರು ಮರಣ ಬಾಗಿಲಿಗೆ ಬಂದಿದ್ದಾರೆ. ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനൊരു അവസരം കൂടെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ಹಾಗಿರುವ ಜನರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ಸಮಯ ಕೂಡ ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿದ್ದಾರೆ. ദൈവജനത്തിന്റെ വിടുതലിനായി നാം പ്രാർത്ഥിക്കുക. ದೇವರ ಮಕ್ಕಳ ಬಿಡುಗಡೆಗೋಸ್ಕರ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ഈ ദിനങ്ങൾ നാം ഉണരുവാനുള്ള ദിനങ്ങളാണ്. ಈ ದಿನಗಳಲ್ಲಿ ನಾವು ಎಚ್ಚರ ಪಡುವಂತ ದಿನಗಳಾಗಿದೆ. ധാരാളം സമയങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ಅನೇಕ ಸಮಯಗಳು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿದ್ದಾರೆ. കഴിഞ്ഞ നാളുകളിലെ തിരക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ಕಳೆದ ದಿನಗಳಲ್ಲಿ ಇದ್ದಂತ ನಮ್ಮ ಒತ್ತಡಗಳು ಈ ದಿನಗಳಲ್ಲಿ ನಮಗೆ ಇರುವುದಿಲ್ಲ. അധിക സമയങ്ങളും കുടുംബത്തോടൊക്കെ ചേർന്ന് നമ്മുടെ ഭവനത്തിൽ ആയിരിക്കുന്ന സന്ദർഭമാണ്. ತುಂಬಾ സമയಗಳು ನಾವು ಮನೆಯವರ ಜೊತೆಯಲ್ಲಿ ಕಳೆಯುವಂತ ಸಮಯಗಳಾಗಿದೆ. നാം സമയങ്ങൾ ഒട്ടും നഷ്ടമാക്കാതെ ನಾವು ಯಾವುದೇ ಸಮಯಗಳು ನಷ್ಟಪಡಿಸಿಕೊಳ್ಳ ദൈവമുഖം അന്വേഷിക്കുന്ന മണിക്കൂറുകളായി മാറും. ದೇವರ ಮುಖವನ್ನು ಹುಡುಕುವಂತ ಗಂಟೆಗಳಾಗಿದ್ದೇವೆ. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. ಅದಕ್ಕೋಸ್ಕರ ನಮ್ಮ ಒಬ್ಬೊಬ್ಬರನ್ನು ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಸಮರ್ಪಿಸಿಕೊಳ್ಳೋಣ. പ്രാർത്ഥനയോടെ നമ്മുടെ ആരാധന ആരംഭിക്കുവാൻ പോകുന്നു. ಪ್ರಾರ್ಥನೆ ಒಟ್ಟಿಗೆ ನಮ್ಮ ಆರಾಧನೆಯನ್ನು ಪ್ರಾರಂಭಿಸೋಣ. ഞങ്ങളെ വീക്ഷിക്കുന്ന അതാത് ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് ചേർന്ന് നിങ്ങളെ കരങ്ങളെ ഉയർത്തിയോ കണ്ണുകളെ പൂട്ടിയോ ഒക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ನಮ್ಮೊಟ್ಟಿಗೆ ಸೇರುತ್ತಾ ನಮ್ಮನ್ನು ನೋಡುತ್ತಾ ಇರುವಂತ ಪ್ರತಿಯೊಬ್ಬರು ನಿಮ್ಮ ಕರಗಳನ್ನು ಚಾಚುತ್ತಾ ಎತ್ತುತ್ತಾ ನಿಮಗೆ ಆಗುವಂತ ರೀತಿಗಳಲ್ಲಿ ಆರಾಧನೆ എല്ലാവരും സ്തോത്രങ്ങൾ ചെയ്ത് നമുക്ക് ഒരുമിച്ച് ಎಲ್ಲರೂ ಸ್ತೋತ್ರಗಳು ಸ್ತುತಿಗಳು ಅರ್ಪಿಸುತ್ತಾ ನಾವು നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിനെ മഹിമപ്പെടുത്താം. ನಮ್ಮ ಬಾಯಿಗಳನ್ನು ತುಟಿಗಳನ್ನು ತೆರೆದು ನಾವು ಪ್ರಾರ್ಥನೆ ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരും. ಈ ಆರಾಧನೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಇಳಿದು ಬರಲಿ. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അത് കടന്നു വന്ന് നമ്മളെ സ്പർശിക്കുവാൻ പോകുകയാണ്. ನಾವಿರುವಂತ ಜಾಗಗಳಲ್ಲಿ ದೇವರ ಆತ್ಮನ ಶಕ್ತಿ ಬಂದು ನಮ್ಮನ್ನು ಮುಟ್ಟುವಂತೆ ನಾವು ಒಪ್ಪಿಸಿಕೊಳ್ಳೋಣ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു. ധന്യമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കുന്നതിനായി സ്തോത്രം. ആയിരങ്ങൾ വളരെ നാളുകൾ ജീവിച്ച് ധാരാളം കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചവര് പൊടുതനമേ ലോകത്തുനിന്ന് മാറ്റിപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എഴുതിയ ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ജീവനായി, കുടുംബങ്ങൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും ദൈവം മാറ്റണമേ. ഇന്ന് പകൽക്കാലത്ത് ആരാധന മുഖാന്തരം വലിയ ദൈവപ്രവൃത്തി കർത്താവേ ആഗോള വ്യാപകമായി യഹോവയുടെ ആത്മാവ് ഏറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിക്കുന്നവർ ഞങ്ങൾ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാച്ച് ചെയ്യുന്നവരെയും ഒരുമിച്ച് ഞങ്ങൾ പങ്കാളികളാകുന്നവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രാരംഭ സമയം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. ആവശ്യമായ വചനങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കി നൽകണമേ. ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സർവസ്വം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ അർപ്പിച്ച് അവിടുത്തെ ബലിഷ്ഠമായ കരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന ഞങ്ങളെ ആദരിച്ച് ആത്മാവിനാൽ നിറച്ച് കർത്താവേ തിരുനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ ഈ പകൽക്കാലം കർത്താവെ ഞങ്ങൾ ഹാലലുയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവകൃപ പകരം തുടർന്ന് ആരാധിപ്പാൻ ദൈവകൃപ പകരം യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ തുടർന്ന് നാം ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയത്തെ വേർതിരിക്കുകയാണ്. ഒരുമിച്ച്
യഹോവയാം ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ പോവുകയാണ്. ಒಟ್ಟಾಗಿ ಯೆಹೋವನಾದ ದೇವರನ್ನು ನಾವು ಆರಾಧನೆ ಮಾಡಲು 42 സങ്കീർത്തനം നമ്മൾ വായിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ. 42ನೇ ಕೀರ್ತನೆಯನ್ನು ಓದುತ್ತಾ ನಾವು ದೇವರನ್ನ ಮಹಿಮೆ ಸಲ್ಲಿಸುವ. Psalm number 42. ಕೀರ್ತನೆಗಳು 42. Let's take Psalms 42 and let's read the scripture, the Psalms responsively. I hope all of you have taken your Bibles. Psalms 42. 42 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാവുന്നതാണ്. As the deer pants for streams of water, so my soul pants for you, my God. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാണ്. My tears have been my food day and night, while people say to me all day long, where is your God? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്ന് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. Why, my soul, are you downcast? Why so disturbed within me? Put your hope in God, for I will yet praise him, my Savior and my God. എന്റെ ദൈവമേ, എന്റെ ആത്മാവിനെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിൽ മിസ്സാർ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. Deep calls to deep in the roar of your waterfalls. All of your waves and breakers have swept over me. യഹോവേ, പകൽ നേരം നിന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയം ഞാൻ അവനോട് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. I say to God, my rock, why have you forgotten me? Why must I go about mourning, oppressed by the enemy? നിന്റെ ദൈവമോടെ എന്റെ ശത്രുക്കളെ ഇടപെടാതെ എന്നോട് പറയുന്നതുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുമെണ്ണം എന്നെ നിന്ദിക്കുന്നു. Let's read the verse 11 together. Why, my soul, are you downcast? Why so disturbed within me? Put your hope in God, for I will yet praise him, my Savior and my God. Can we lift up our hands to the Lord and give him praise for this wonderful psalm that he has given us? Hallelujah, hallelujah. Thank you, Lord, for this psalm that you've given us, Lord. We read from the word of the Lord. Lord, our soul is not going to be downcast because, Lord, we have put our hope in the Lord God Almighty. Lord Father, I will praise you, Lord Father, because you are my Savior and my God. Hallelujah, hallelujah. My desire, Lord, is like the deer that pants for water. Lord Father, we are waiting, Lord Father, for you, Lord. Our soul waits for you, O Lord. Hallelujah, hallelujah. Lifting up our praise to you, O Lord. Hallelujah. Thank you, Lord. Thank you, Lord, for your presence in our lives, O Lord. Hallelujah, hallelujah, hallelujah. We're going to sing some songs and we're going to worship the Lord together. ನಾವು ಕೆಲವು ಹಾಡುಗಳನ್ನು ಹಾಡಿ ದೇವರನ್ನು ಆರಾಧಿಸಲಿದ್ದೇವೆ. ನೀವಿರುವ ಜಾಗದಲ್ಲಿ ನಮ್ಮ ಜೊತೆ ಸೇರಿ ಹಾಡನ್ನು ಹಾಡಿ ದೇವರನ್ನು ಆರಾಧಿಸೋಣ. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் சிறக்கவே சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் சிறக்கவே சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்தன் இயேசுவே, 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 எந்தன்
கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆசியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை மறந்தாலும் உற்றார் உன்னை மறந்தாலும் அவர் மறக்க மாட்டார். தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை மறந்தாலும் மறக்க மாட்டார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். எந்த நேசுவே, எந்த நேசுவே, எந்த நேசுவே, எந்த பரலோகம் சிறக்காவை சிலுவ சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா. மனிதனை நீக்கவே பரலோகம் சிறக்காவை சிலுவ சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்த நேசுவே, எந்த நேசுவே, எந்த நேசுவே, எந்த நேசுவே, எந்த நேசுவே, எந்த Let's worship the Lord together, lifting up our praise from wherever we are, Lord. Lord, we are lifting up our praise to the King of Kings and the Lord of Lords. Lord, you are the Emmanuel, who is the Lord with us, Lord. You are here with us when we need you the most, Lord.
Father, we lift up our praise to the Lord who died on the cross for us. Lord, a God who sacrificed His life for us. A God who is living and is in the heaven. Lord, a God who looks down upon us, Lord. And we are lifting up our praise. Oh, we lift you up. Let's look to God this morning time. We know that the world is in turmoil. There is fear of death. There is fear that is grabbed the world. Many are dying. People who thought that they're going to live for some more time. All dreams and aspirations have stopped. The world has completely come to a standstill. But it's our responsibility to pray for our nation and to pray for the world. To pray for our neighbor. That's what the Bible teaches us. Today, let's lift up our hands together wherever we are. We are praying, Lord, every diseases in the world, Lord. Lord, the coronavirus, Lord Father, Lord, every, Lord Father, Lord, life that is claiming, Lord, we are praying that your presence would come down. Lord Father, let every disease be broken, Lord. Let life be saved, Lord. Let your compassion fall on our nation. Lord Father, we are praying that you will keep us under your arms, Lord. Let your will happen in the world. Let your will happen in our lives. There is nobody else that we trust, Lord. There is no other hope that we have. Lord, there is just one name that we know that we can call out to. It's the name of Jesus Christ. Lord, if you have any troubles, Lord, take it away, Lord. Lord, these are the times that we want you to strengthen us, grow close to us, Lord. Strengthen us to grow close to you today. Let the world, Lord Father, Lord, come to know about the love of Jesus Christ, and let many people find solace, peace, and freedom in you, Lord. We are praying together for everybody around the world, all of our family and friends, Lord. We are praying for our nation. We are praying, Lord, there are people who are uncertain about their future. Lord, who are struggling for everyday's meals, Lord, who do not have any sort of money with them left. Lord, but there is a God that we trust. We believe that you are going to bring forth, Lord, a turning point in the world, Lord, through this. Lord, we are praying for everybody who are watching us online. Lord, if they have any sort of problems in their lives, diseases, anything that they are praying for, Father, bring forth the, Lord, solution in their lives. Above all, we are praying that you will come and meet us wherever we are. Let these days be days that, Lord, that we will build our prayer life. We will build, Lord, our understanding about the word of the Lord. We will build a relationship with you more stronger than yesterday. And we are praying, Lord, that you will have complete control over everything that's happening. We are giving every glory and honor to you, Lord. Together as we are interceding for our nation and are praying together. We're also praying for every church. We are also praying for every believers of God. We are praying that the Lord's presence will move like never before in our lives. We are thanking you, Lord. As we all close our eyes and bow our heads in prayer, I would ask Nigel to please carry all these prayer requests and pray. Lord, thank you, Lord, for the confirmation given us, Lord, Father. Lord, we have come on Sunday, Lord, seeking thy face, Lord, Father. And we believe that, Lord, your presence is there, Lord Jesus. Oh, Lord, when people is in the fear of death, Lord, Father. Lord, we want the grace of God to fall on everyone, Lord Jesus. Lord, we are here to pray, Lord, Father. Oh, we want to see, Lord, healing over every nation, Lord, Father. This disease, Lord, oh, this virus that is spreading out, Lord. Let us see it, Lord, and deliverance over this, Lord, Father. Each and every one, Jesus, we pray the Spirit of God will take control right now, Lord. As we are praying, let us see a difference, Lord, Father. Oh, we believe that our prayers are being listened, Lord Jesus. Oh, we submit each and every one in your hands. We pray for all the believers, every church around this world. Oh, Lord, we pray that, Lord, you would
bless them and keep them, Lord Father. Every meetings, Lord, we submit them in your hands. Oh Lord, we pray that, Lord, millions, Lord, will turn back to Jesus, Lord. When we are seeing thousands and millions dying, Lord, help us, Lord, to see many more coming to Jesus, Lord. We pray that, Lord, you would pour out your Spirit, Lord. We pray that, Lord, your anointing, Lord, Lord, the Spirit will move over this nation. Oh Lord, every nations around, Lord, our believers are watching. Oh Lord, let your presence come down over their life, Lord. We pray that you shall provide each and everything, Lord. Thank you, Lord, for all the things that you have done, Lord Jesus. Oh Lord, we pray, Lord, you would do mighty things, Lord. Thank you, Lord. We give every glory and honor to you, Lord. Thank you, Lord, for listening to our prayers. Thank you, Lord, for leading this worship in your hands. Thank you, Lord, for, Lord, moving Holy Spirit among us, Lord. As people watching us, Lord, we pray that the Holy Spirit would move, Lord. Thank you, Lord, for all the things that you've done. We give every glory and honor to you, Lord. In the name of Jesus, I pray. Amen. Let's all look unto God this morning again. Let's close our eyes and let's submit ourselves before the presence of the Lord. Let's lift up our hands together to worship, giving glory to the living God. Hallelujah. Nan hattiraviru, O Yesuve, naninnanu bettu baalalarenu. ಹತ್ತಿರವಿರು ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ಹಾಲೆಲೂಯಾ, ಹಾಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ, ಹಾಲೆಲೂಯಾ, ಹಾಲೆಲೂಯಾ, Hallelujah, Hallelujah, Hallelujah. ಕತ್ತಲೆಯ ಸಮಯದಿ ಬೆಳಕಾಗಿರು, ಮರಣದ ಸಮಯದಿ ಜೀವವಾಗಿರು. ಕತ್ತಲೆಯ ಸಮಯದಿ ಬೆಳಕಾಗಿರು, ಮರಣದ ಸಮಯದಿ ಜೀವವಾಗಿರು. ನತ್ತಿರವಿರು, ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ಹತ್ತಿರವಿರು, ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ಕಣ್ಣೀರಿನ ಸಮಯದಿ ತಾಯಿಯಾಗಿರು, ಸಾಲದ ಸಮಯದಿ ತಂದೆಯಾಗಿರು. ಕಣ್ಣೀರಿನ ಸಮಯದಿ ತಾಯಿಯಾಗಿರು, ಸಾಲದ ಸಮಯದಿ ತಂದೆ. ಹತ್ತಿರವಿರು, ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ನನ್ನ ಹತ್ತಿರವಿರು, ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ನಿನ್ನ ವಾಕ್ಯ ಓದುವ ಸಮಯದಿ ಗುರುವಾಗಿರು, ನಿನ್ನ ಪ್ರಾರ್ಥಿಸುವ ಸಮಯದಿ ದೇವರಾಗಿರು. ನಿನ್ನ ವಾಕ್ಯ ಓದುವ ಸಮಯದಿ ಗುರುವಾಗಿರು, ನಿನ್ನ ಪ್ರಾರ್ಥಿಸುವ ಸಮಯದಿ ದೇವರಾಗಿರು. ನನ್ನ ಹತ್ತಿರವಿರು, ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು.
treasure that I see. You are my all in all. Seeking you as a precious one, Lord, together I'll be a fool. You are my all in all. We say, Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Worthy is your name. Hallelujah. 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 സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകരാജന മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥന മശിഹ Lord, we lift up our worship. The universe declares your glory. The heavens and the earth declare your glory. Lord, Father, we lift up our praise to you. Oh, you alone are worthy of our praise, Lord. We are worshiping you, Lord, Father, Lord. Thank you for your time, Lord. Thank you for the opportunity that you've given us to come before your presence just as we are. We are lifting you, oh Lord, we are giving you our praise, Lord. Thank you for everything that you are doing. We are lifting you up, Lord. From the bottom of our hearts, we are giving you our praise. Thank you, Lord, for everything that you have done in our life. We thank you for this worship. Thank you for the intercession prayer. Thank you for the psalms that we read. Lord Father, as we move on to a time of worship, Lord Father, time of word, Lord, as we listen from your servants, let the word of God touch us and reveal to us, Lord, for hidden mysteries of the Bible. Let it be an heavenly manna that you are, Lord Father, longing for. Let the word of God, Lord Father, speak personally to each and every one of us. Above all, let your glory come down as we learn from your word. We're giving you all glory and praise, O Lord. Thank you, Father, for everything that you've done. Lord Father, we want to worship you, Lord. Father, we are giving you our praise. In the mighty and marvelous name of Lord Jesus, I pray. Amen. Amen. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಪರಿಶುದ್ಧ ನಾಮವು ಯಾಗಲಿನ ವೇಳೆಯಲ್ಲಿ ಧನ್ಯವಾಗಲಿ. Let the name of Jesus Christ be glorified this morning. ഈ വിശുദ്ധ ദിവസം വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഒരു മഹാഭാഗ്യം ദൈവം നമുക്ക് നൽകിയല്ലോ. ಈ ಪರಿಶುದ್ಧ ದಿವಸವು ವಿವಿಧ ಕಡೆ ಇದ್ದುಕೊಂಡು ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡಲಿಕ್ಕೊಂದು ಭಾಗ್ಯವನ್ನು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿದನು. God has given us this great opportunity to be at our different places and to worship God together. അവരീയ ദൈവകൃപയോർത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ದೇವರ ಕೃಪೆಯನ್ನು ನೆನೆಸುತ್ತಾ ನಾನು ದೇವರನ್ನ ಕೊಂಡಾಡುವರಾಗಿದ್ದೇನೆ. I would like to worship God and praise Him for this awesome privilege that He has given us. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ನಮ್ಮ ಪ್ರೀತಿಯ ವಂದನೆ ಮತ್ತೊಂದು ಸಾರಿ ನಿಮಗೆ ತಿಳಿಸುವರಾಗಿದೆ. Once again, I would like to share my love greetings in the name of Jesus Christ. തന്നെയുമല്ല ദൈവവചന ധ്യാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഓരോരുത്തരെയും ശ്രദ്ധയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. ಒಬ್ಬೊಬ್ಬರು ಗಮನವನ್ನು ದೇವರ ವಾಕ್ಯವಚನ ಕಡೆಗೆ ತಿರುಗೋಣ ಎಂದು ದೇವರ ನಾಮದಲ್ಲಿ ಆಹ್ವಾನ ಮಾಡುತ್ತೇನೆ. I would like to invite all of your attention towards the word of God. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ಲೂಕನ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 31 ರಿಂದ 33ನೇ ವಾಕ್ಯವರೆಗೂ ನಾವಿಲ್ಲಿ ಓದಿಕೊಳ್ಳುತ್ತೇವೆ. I would like to read from Luke chapter 1 verses 30 to 33. വളരെ പരിചയ സമ്പൂർണമായ വാക്യങ്ങളാണ്. ತುಂಬಾ ಪರಿಚಯವಾದಂತ ವಾಕ್ಯಗಳಾಗಿದೆ. These are very familiar scriptures. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവന് യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രസക്തമായ പ്രവചനമാണ് നാം ഇവിടെ വായിച്ചിരിക്കുന്നത്. ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿರುವ ಮುಖ್ಯವಾದ ಪ್ರವಚನವಾಗಿದೆ ನಾವಿಲ್ಲಿ ಓದಿಕೊಂಡಿರುವುದು. This is one of the greatest significant prophecies made about Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ച് 7 പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടത്. ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾಗಿ 7 ಮುಖ್ಯವಾದ ಕಾರ್ಯವು ಇಲ್ಲಿ ನಾವು ಬರೆಯಲ್ಪಟ್ಟಿದೆ. Here there is 7 important aspects about Jesus Christ that is described in the scripture. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ನೀನು ಗರ್ಭಿಣಿಯಾಗಿ ಒಬ್ಬ ಮಗನನ್ನು ಹೆರುವಿ. You will conceive and give birth to a son. യേശു എന്ന് പേർ വിളിക്കണം. ಆತನಿಗೆ ಯೇಸುವೆಂದ ಹೆಸರಿಡಬೇಕು. And you are to call him Jesus. അവൻ വലിയവനാകും. ಆತನು ಮಹಾಪುರುಷನಾಗುತ್ತಾನೆ. He will be great. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ಪರಾತ್ಮರನ ಕುಮಾರನೆಂದು ಅನಿಸಿಕೊಳ್ಳುವವನು. And he will be called the Son of the Most High. ഈ 4 പ്രവചനങ്ങളും അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ നിറവേറി കഴിഞ്ഞു. ಈ 4 ಪ್ರವಚನೆಯು ಯೇಸು ಕ್ರಿಸ್ತನ ಜೀವಿತದಲ್ಲಿ ನೆರವೇರಿಬಿಟ್ಟಿದೆ. These 4 prophecies have already been fulfilled in the life of Jesus Christ. പിന്നെ ശേഷിക്കുന്ന 3 പ്രവചനങ്ങളാണ്. ಇನ್ನು ಉಳಿದಿರೋ 3 ಪ್ರವಚನೆಯಾಗಿದೆ. And then there remains 3 other important yet to be fulfilled prophecies. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ದಾವೀದನ ಸಿಂಹಾಸನವು ಆತನು ಕೊಡುವನಾಗಿದ್ದಾನೆ. The Lord will give him the throne of his father David. എന്നേക്കും അവൻ രാജാവായിരിക്കും. ಆತನು ಎಂದೆಂದಿಗೂ ಸದಾಕಾಲವು ಅರಸನಾಗಿ ಆಳುವನು. And he is going to reign as a king forevermore. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകും. ಆತನ ರಾಜ್ಯಕ್ಕೆ ಅಂತ್ಯವೇ ಇಲ್ಲ ಎಂದು ಹೇಳಿದನು. And his kingdom will never end. ആദ്യത്തെ 4 കാര്യങ്ങൾ നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ಮೊದಲನೇ 4 ಕಾರ್ಯಗಳು ನೆರವೇರಿಬಿಟ್ಟಿದೆ. The first 4 prophecies have been fulfilled. തുടർന്നുള്ള 3 കാര്യങ്ങൾ നിറവേറുവാനുണ്ട്. ಇನ್ನು 3 ಕಾರ್ಯಗಳು ನೆರವೇರುವಂತದಿದೆ. There are yet 3 prophecies that have to be fulfilled. ആദ്യത്തെ ഭാഗം നിറവേറിയതുകൊണ്ട് ಮೊದಲನೇ ಭಾಗವನ್ನು ನೆರವೇರಿದ ಕಾರಣ Because the first part of the prophecies were fulfilled, രണ്ടാമത്തെ ഭാഗം നിശ്ചയമായും നിറവേറുമെന്നുള്ളത്. ಎರಡನೇ ಭಾಗವು ಖಂಡಿತವಾಗಲೂ ನೆರವೇರುವಂತದಾಗಿದೆ. the second part is going to for surely going to be fulfilled in the days to come. യേശു വീണ്ടും വരും. ಯೇಸು ಪುನಃ ಬರುತ್ತಾನೆ. Jesus will come again. ദൈവരാജ്യം യേശു സ്ഥാപിക്കും. ದೇವರ ರಾಜ್ಯವು ಯೇಸು ಸ್ಥಾಪಿಸುವವನು. Jesus will establish the kingdom of God. യേശുവിന്റെ ഒന്നാമത്തെ വരവിലൂടെ ദൈവരാജ്യം യേശു ഭൂമിയിൽ സ്ഥാപിച്ചു. ಯೇಸುವಿನ ಒಂದನೇ ಬರೋಣದಿಂದ ದೇವರ ರಾಜ್ಯವು ಭೂಮಿಯಲ್ಲಿ ಸ್ಥಾಪಿತವಾಯಿತು.
The first coming of Jesus Christ helped Jesus Christ to establish the kingdom of God here. ഭൂമിയിൽ സ്ഥാപിച്ച ദൈവരാജ്യം ദൈവത്തിന്റെ സഭയാണ്. ಭೂಮಿಯಲ್ಲಿ ಸ್ಥಾಪಿಸಿರುವಂತ ದೇವರ ರಾಜ್ಯವು ದೇವರ ಸಭೆಯಾಗಿದೆ. And that kingdom that was established on the earth by Jesus Christ is the church. രണ്ടാമത്തെ വരവിലൂടെ ಎರಡನೇ ಬರೋಣದಿಂದ And with the second coming of Jesus സഭ Christ, യേശുവിനോട് ചേർന്ന് ಸದಾಕಾಲ ಯೇಸುವಿನೊಟ್ಟಿಗೆ ಸೇರುತ್ತಾ the church will join with the Lord ഭാവി രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാ ചെയ്യുന്നത്. ಭಾಗ್ಯಕರವಾಗಿರುವಂತ ನಿರೀಕ್ಷೆಗೆ ನಾವು ಹೋಗುವರಾಗಿದ್ದೇವೆ. and the church is going to join into that future kingdom of അത് God. ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശയായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്. ಅದೇ ಭಾಗ್ಯಕರವಾದ ನಿರೀಕ್ಷೆಯು ಎಂದು ನಾವಲ್ಲಿ ನೋಡುತ್ತೇವೆ. It's such a great privilege and a hope that we have ദൈവമക്കളെ സംബന്ധിച്ച് ದೇವರ ಮಕ್ಕಳ ಸಂಬಂಧಪಟ್ಟು ನೋಡುವಾಗ relating to the believers of God. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്, ആഗ്രഹമാണ്, ഭാഗ്യമാണത്. ಅವರ ಜೀವಿತದಲ್ಲಿರುವಂತಹ ತುಂಬಾ ದೊಡ್ಡ ಒಂದು ನಿರೀಕ್ಷೆಯಾಗಿದೆ, ಭಾಗ್ಯವಾಗಿದೆ ಅವರ ಜೀವಿತದಲ್ಲಿ. This is going to be the greatest hope, the greatest privilege of the child of God. കർത്താവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ತಂದೆಯಾದ ದಾವೀದನ ಸಿಂಹಾಸನವು ಆತನು ಕೊಡುವನಾಗಿದ್ದಾನೆ. The throne of his father David is going to be given to him. അവൻ എന്നേക്കും രാജാവായിരിക്കും. ಅವನು ಎಂದೆಂದಿಗೂ ಅರಸನಾಗಿ ಆಳುವವನು. He is going to be king forever. അത് സ്ഥാപിക്കുവാൻ വേണ്ടി യേശു വരികയാണ്. ಅದು ಸ್ಥಾಪಿಸೋದಕ್ಕೋಸ್ಕರ ಯೇಸು ಬರುವನಾಗಿದ್ದಾನೆ. And to establish that, God is going to come back. തീത്തോസ് 2:12 പറയുന്നു, ತೀತನು 2:12 ನೋಡುತ್ತೇವೆ. Titus 2:12 we read like this. ഇത് ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ. ಇದು ಭಾಗ್ಯಕರವಾದ ನಿರೀಕ್ಷೆಯೆಂದು ಹೇಳುತ್ತಾ ಇದೆ. This is such a privileged hope that we have. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ജീവനുള്ള പ്രത്യാശയാണ്. ಮತ್ತೊಂದು ಭಾಗದಲ್ಲಿ ಜೀವವುಳ್ಳ ನಿರೀಕ್ಷೆಯು ಎಂದು In ಹೇಳುತ್ತಾರೆ. another part of the Bible we read that this is the living hope that we have. ഈ ഭാവി പ്രത്യാശയുടെ ആരംഭം എന്ന് പറയുന്നത് ಈ ಭಾಗ್ಯಕರವಾದ ನಿರೀಕ್ಷೆಯ ಪ್ರಾರಂಭ ಅಂತ ಹೇಳುವುದು, The beginning of this most privileged hope that we have is നമുക്ക് ലഭിച്ച ആത്മരക്ഷയാണ്. ನಮಗೆ ಸಿಕ್ಕಿದಂತ ಆತ್ಮನ ರಕ್ಷಣೆಯಾಗಿದೆ. it is the salvation that we have got. ഈ ഭാവി പ്രത്യാശയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ಈ ಭಾಗ್ಯಕರವಾದ ನಿರೀಕ್ಷೆಯ ಸಂಪೂರ್ಣತೆ ಅಂತ ಹೇಳುವಂಥದ್ದು, The completion of this privileged hope that we have is യേശുവിന്റെ രണ്ടാമത്തെ വരവാണ്. ಯೇಸುವಿನ ಎರಡನೇ ಬರೋಣವಾಗಿ is going to be the second coming of Jesus Christ. ഈ പ്രത്യാശയെ ഒരു ശക്തിക്കും നമ്മിൽ നിന്ന് നശിപ്പിക്കുവാൻ ಈ സാധ്യമല്ല. ನಿರೀಕ್ಷೆಯು ನಮ್ಮಿಂದ ಒಂದು ಶಕ್ತಿಯಿಂದಲೂ ಕೆಡಿಸೋದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. And therefore no power is able to destroy this hope that we have. വീണ്ടും ജനനം പ്രാപിച്ച സമയം മുതൽ ವಿಮೋಚನಗೊಂಡಿದ್ದ ಸಮಯದಿಂದ, From the time we were born again, നമ്മിൽ വളരുന്ന ഒരു പ്രത്യാശയാണ്. ನಮ್ಮಲ್ಲಿ ಬೆಳೆಯುವಂತ ಒಂದು ನಿರೀಕ್ಷೆಯಾಗಿದೆ. this is the hope that is growing inside of us. വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ ಈ ಕಾಲದಲ್ಲಿ ನಡೆಯುವಂತ ಸಂಭವಗಳೆಲ್ಲ ನಾವು ನೋಡುವಾಗ, When we look at the events that are happening right now in the present world, യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ നമ്മിൽ അതെ വർദ്ധിക്കുകയാ ചെയ്യുന്നത്. ಯೇಸುವಿನ ಎರಡನೇ ಬರೋಣ ಕುರಿತಾಗಿರುವಂತಹ ನಿರೀಕ್ಷೆಯು, ನಂಬಿಕೆಯು ನಮ್ಮಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಬೆಳೆಯುತ್ತಾ ಬರಬೇಕು. there is an increasing understanding and about the hope that we have in Lord Jesus Christ. ക്രിസ്തു വരുമ്പോൾ ಕರ್ತನು ಬರುವಾಗ When Jesus comes, മരണം മാറും, ಮರಣವು ನೀಗುವಂತದ್ದು, the death will be moved away. ശരീരങ്ങൾ ഉയർക്കും, ಶರೀರಗಳನ್ನು ಎದ್ದು The ಬರುವಂತದ್ದು, dead are going to rise again. നാം ദൈവതേജസ് പ്രാപിക്കും. ನಾವು ದೇವರ ತೇಜಸ್ಸನ್ನು ಹೊಂದಿಕೊಳ್ಳುವ, And we are going to receive the glory of God. വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് സമ്മേളിക്കും. ಪರಿಶುದ್ಧರೆಲ್ಲ ಒಟ್ಟಿಗೆ ಸೇರಿಕೊಳ್ಳುವವರು. All the righteous are going to come together. അങ്ങനെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അതെ നിറവേറുകയാണ്, പൂർണ്ണമാവുകയാണ്. ಹಾಗೆ ಶರೀರದ ವಿಮೋಚನೆಯನ್ನು ಪರಿಪೂರ್ಣಗೊಳ್ಳುವಂತದ, And then the redemption of the body is completed. തുടർന്ന് നമുക്ക് ലഭിക്കാനുള്ള അവകാശങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന അനുഭവങ്ങളുണ്ട്. ಮಿಕ್ಕಿದು ನಮಗೆ ಸಿಕ್ಕುವಂತ ಅವಕಾಶಗಳೆಲ್ಲ ನಿರ್ಣಯಿಸುವಂತ ಅನುಭವ ಕೂಡ And ಇದೆ. then there will be experience where we are able to confirm the awards and the rewards that we can get from the kingdom. നാം റോമാലേഖനം 8:30 വരുമ്പോൾ ನಾವು ರೋಮಾಪುರದವರು 8ನೇ ಅಧ್ಯಾಯ 30ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವಾಗ, When we come to Romans chapter 8 verses 30, ദൈവവചനം വളരെ സ്പഷ്ടമായി നമ്മളെ അറിയിക്കുന്നത് ದೇವರ ವಾಕ್ಯ ನಮ್ಮನ್ನ ಸ್ಪಷ್ಟವಾಗಿ ತಿಳಿಸುವಂತದ್ದು, the word of the Lord clearly states to us, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ
തേജസ്കരിച്ചുമിരിക്കുന്നുവെന്നാണ്. ಮೊದಲು ನೇಮಿಸಿದವರು ಅವರನ್ನು ಕರೆದನು, ಯಾರನ್ನು ಕರೆದನೋ ಅವರನ್ನು ನೀತಿವಂತರೆಂದು ನಿರ್ಣಯಿಸಿದನು, ಯಾರನ್ನು ನೀತಿವಂತರೆಂದು ನಿರ್ಣಯಿಸಿದರೋ ಅವರನ್ನು ಮಹಿಮಾ ಪದವಿಗೆ ಸೇರಿಸಿದನು ಎಂದು ನೋಡುತ್ತೇನೆ. And those he predestined, he also called. Those he called, he also justified. Those he justified, he also glorified. നാം നീതീകരണം പ്രാപിച്ച് ನಾವು ನೀತಿವಂತರಾಗಿ ಹೊಂದಿಕೊಂಡು After we become predestined, വിശുദ്ധീകരണത്തിലൂടെ ಪರಿಶುದ್ಧೀಕರಣದಿಂದ through justification, അതേ നാം തേജസ്കരണത്തിലേക്ക് പോകുകയാണ്. ನಾವು ಮಹಿಮಾ ಪದವಿಗೆ ಸೇರುವರಾಗಿದ್ದೇವೆ. we are going towards glorification. അതേ അദ്ദേഹത്തിന് 18ാമത്തെ വാക്യത്തിൽ പറയുന്നു 8ന്റെ ಅದೇ ಅಧ್ಯಾಯದಲ್ಲಿ 18ನೇ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇನೆ. We read in the same chapter 8 verses 18. നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന വാക്യമാണ്. ನಮಗೆ ತುಂಬಾ ನಿರೀಕ್ಷೆ ಕೊಡುವಂತ ವಾಕ್ಯ. It's a scripture that gives us a lot of hope. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ളതാണ്. ನಮಗೆ ಪ್ರತ್ಯಕ್ಷವಾಗುವ ಮಹಿಮಾ ಪದವಿಯನ್ನು ಆಲೋಚಿಸಿದರೆ ಈಗಿನ ಕಾಲದ ಕಷ್ಟಗಳು ಅಲ್ಪವೇ ಸರಿ ಎಂದು ಎನಿಸಿದೆ ಎಂದು ನಾವಿಲ್ಲಿ ನೋಡುತ್ತೇವೆ. When I compare the glory that will be revealed in us, I consider my present suffering as not worthy. ആ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അത് നമ്മെ വെല്ലുവിളിച്ച് പറയുന്ന ಈ കാര്യങ്ങളാണ്. ಅಧ್ಯಾಯದ ಕೊನೆಯ ಭಾಗದಲ್ಲಿ ಸವಾಲಾಕಿ ನಮ್ಮ ಬಳಿಯಲ್ಲಿ ಹೇಳುವಂತ ಮಾತುಗಳು. The end of this chapter, there is a challenge that is put forward before us. 15 തരത്തിലുള്ള കഷ്ടതയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15 ತರದ ಕಷ್ಟಗಳ ಕುರಿತಾಗಿ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. The chapter talks about 15 different kinds of sufferings that we'll have to undergo. വെല്ലുവിളിച്ച് പറയുന്നു അതിലൊക്കെയും നമുക്ക് പൂർണ്ണ ജയം ലഭ്യമാകുന്നുവെന്നാണ്. ಸವಾಲಾಕಿ ಹೇಳುತ್ತಾರೆ ಇದರಿಂದೆಲ್ಲವೂ ಸಂಪೂರ್ಣವಾದ ಒಂದು ಗೆಲುವು ನಮಗೆ ದಯಪಾಲಿಸುವನು ನಮ್ಮ ದೇವರು. But the Bible also challenges and says to us that we are all going to overcome all the sufferings. ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ ബന്ധത്തിൽ നമ്മെ മാറ്റുവാൻ ಯಾವ കഴിയില്ല. ಶಕ್ತಿಯಿಂದಲೂ ದೇವರ ಸಂಬಂಧದಿಂದ ನಮ್ಮನ್ನು ಅಗಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. No power is able to destroy us or try to stop us from loving our God. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ಯಾಕಂದ್ರೆ ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿರುವಂತ. Because the reason that God has called us. 2 Thessalonians 2:14 വളരെ വ്യക്തമായി പറയുന്നു. 2 Thessalonians 2:14 ವ್ಯಕ್ತವಾಗಿ ಹೇಳುತ್ತದೆ. 2 Thessalonians 2:14 we read very clearly. ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുന്നുവെന്നാണ്. ದೇವರ ಮಹಿಮಾ ಪದವಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಕ್ಕೆ ನಮ್ಮನ್ನ ಕರೆದಿದ್ದಾನೆ ಎಂದು ನೋಡುತ್ತೇವೆ. He has called us to share the glory of Lord Jesus Christ. ഒരു ചെറിയ തരത്തിലുള്ള വിടുതലിന് വേണ്ടി മാത്രമല്ല. ಒಂದು ಸಣ್ಣ ರೀತಿಯಲ್ಲಿರುವ ಬಿಡುಗಡೆಗೋಸ್ಕರ ಮಾತ್ರವಲ್ಲ ನಮ್ಮನ್ನ ಕರೆದಿರುವುದು. He hasn't called us just for a small deliverance. ഏതെങ്കിലും ഒരു ഭൗതികമായ വിടുതൽ ഈ ഭൂമിയിൽ ലഭ്യമാകുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല. ಕೆಲವು ಭೌತಿಕವಾದ ಬಿಡುಗಡೆಗಳು ಸಿಕ್ಕುವುದರಿಂದ ಈ ಭೂಮಿಯನ್ನು ಕೊನೆಗೊಳ್ಳುತ್ತಾ ಇಲ್ಲ. By receiving small blessings on the earth, our hope is not going to be stopped. ദൈവം നമ്മളെ വിളിച്ചിരുന്ന കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿರುವುದು ಆತನ ಮಹಿಮಾ ಪದವಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೋಸ್ಕರ. But the reason that Jesus has called us is for us to get the share of the glory of God. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ? How many of you believe that? എത്ര പേർക്ക് ആ പരിജ്ഞാനമുണ്ട്? ಎಷ್ಟು ಜನಕ್ಕೆ ಜ್ಞಾನ ಉಂಟು? How many of you have that sort of a maturity to understand that? കർത്താവിന്റെ മഹത്വം പ്രാപിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ಕರ್ತನ ಮಹಿಮಾ ಪದವಿ ಹೊಂದಿಕೊಳ್ಳಕ್ಕೆ ದೇವರು ನಮ್ಮನ್ನ ಕರೆದಿದ್ದಾನೆ. God has called us so that we might receive the glory of Lord Jesus Christ. യെശയ്യാവ് 60-ാം അധ്യായത്തിൽ വരുമ്പോൾ ಯೆಶಾಯ ಪತ್ರಿಕೆ 60ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಬರುವಾಗ When we come to Isaiah chapter 60, യേശുക്രിസ്തു നിത്യപ്രകാശവും തേജസ്സുമായിരിക്കുമെന്ന്. ಯೇಸು ಕ್ರಿಸ್ತನು ನಿತ್ಯವಾದ ಪ್ರಕಾಶವು ತೇಜಸ್ಸು ಆಗಿರುತ್ತವೆ ಎಂದು ನೋಡುತ್ತೇವೆ. we read like this, that Jesus Christ is the eternal light and he is eternal. ദൈവമക്കൾ അതേ സൂര്യന് തുല്യരായിത്തീരും. ಜನರು ದೇವರ ಮಕ್ಕಳು ಸೂರ್ಯನಂದೇ ಆಗುವಿರಿ. And the believers are going to be like the sun. യേശു പുതിയ നിയമത്തില് ലൂക്കോസ് 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ಲೂಕನ ಬರೆದ ಪತ್ರಿಕೆ 19ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಯೇಸು ಹೀಗೆ ಹೇಳಿದರು. In Luke chapter 19 we read like this. ദൈവമക്കൾ പട്ടണത്തിന് അധിപന്മാരാണ്. ದೇವರ ಜನರು ಪಟ್ಟಣಕ್ಕೆ ಅಧಿಪತಿಗಳಾಗುತ್ತಾರೆ. The believers are going to be the heirs of God's cities. യേശുവിന്റെ വാക്കുകളാണ്. ಯೇಸುವಿನ ಮಾತುಗಳು. These are the words of Lord. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ನಮಗೆ ಸಂಪೂರ್ಣವಾಗಿ ನಂಬಬಹುದು. We can completely believe in this. ഒരുപക്ഷേ നാം മരണപ്പെട്ടാലും ಒಂದು ವೇಳೆ ನಾವು ಸತ್ತು ಹೋದರು, And in case we die,
നാം കല്ലറകളിൽ ചെറിയൊരു കാലഘട്ടമാണ് കഴിക്കുന്നത്. ನಾವು ಸಮಾಧಿಗಳಲ್ಲಿ ಸ್ವಲ್ಪ ಮಟ್ಟಿಗಿರುವ ಕಾಲವೇ ಅದರೊಳಗಡೆ ಇರುವಂತದ್ದು. We are only going to spend a short amount of time inside of the grave. നാം ദൈവരാജ്യത്തിന്റെ പ്രജകളായി മാറുകയാണ്. ನಾವು ದೇವರ ರಾಜ್ಯದ ಪ್ರಜೆಗಳನ್ನಾಗಿ ಮಾರ್ಪಡ್ತೇವೆ. We are becoming citizens of God's kingdom. നാം ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്. ನಾವು ದೇವರ ರಾಜ್ಯದ ಬಾಧ್ಯರಾಗಿದ್ದೇವೆ. We are becoming the heirs to God's kingdom. നാം കിരീടങ്ങൾ ചൂടി അവനോടുകൂടെ വാഴുമെന്ന്. ನಾವು ಕಿರೀಟಗಳನ್ನು ಧರಿಸುತ್ತಾ ಆತನೊಟ್ಟಿಗೆ ಆಳುವರು. We are going to wear crowns and we are going to reign along with our Savior. എത്ര വലിയ ഭാഗ്യ പദവി എന്നറിയാമോ? ಎಷ್ಟು ಭಾಗ್ಯಕರವಾದ ನಿರೀಕ್ಷೆ ದೇವರು ನಮಗೆ It ದಯಪಾಲಿಸಿದನು. is the greatest privilege and hope that God has given us. നാം അത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അതെ ത്രസിക്കും, സന്തോഷിപ്പാനിടയായിത്തീരും. ನಮ್ಮ ಹೃದಯಗಳದು ನೆನಪಿಟ್ಟುಕೊಂಡರೆ ನಮ್ಮ ಹೃದಯಗಳಲ್ಲಿ ಆನಂದ ಉಂಟಾಗಬೇಕು. When we think about all of this, our hearts fill with joy. നാം ഗോളത്തിന് അധിപന്മാരാണ്. ನಾವು ಗೋಳಗಳಿಗೆ ಅಧಿಪತಿಗಳು. We are going to become authorities or lords over planets. സിംഹാസനത്തിന്റെ അധിപതികളാണ്. ಸಿಂಹಾಸನಗಳಿಗೆ ಅಧಿಪತಿಗಳು. We become lords of the throne. തന്നെയുമല്ല നാം എല്ലാവരും ഒന്നായി ചേരുമെന്ന്. ಅದು ಮಾತ್ರವಲ್ಲ ನಾವೆಲ್ಲರೂ ಒಂದು ಕೂಡುವರು ಎಂದು ಕೂಡ Not ഒരു only that, all of us are going to come together. ഒരു വ്യത്യാസവുമില്ല. ಯಾವ ಬೇರ್ಗತಿಗಳು ಇಲ್ಲ. There is not going to be any sort of difference. ഭാഷ, ജാതി, വർണ്ണം ഇതൊന്നും ഉണ്ടായിരിക്കത്തില്ല. ಭಾಷೆಯೋ ಜಾತಿಗಳು ಯಾವುದು ಇದರಲ್ಲಿ ಇರುವುದಿಲ್ಲ. There will be no different languages, caste, color. അതേ കുടുംബങ്ങള്, സമയ, സ്ഥല പരിമിതികൾ, ആ ലിമിറ്റേഷൻസ് ഒന്നും തന്നെ ഇല്ല. ಕುಟುಂಬಗಳು, ಸ್ಥಳವು, ಸಮಯಗಳು ಯಾವುದು ಇದರಲ್ಲಿ We ಇರುವಂತದಲ್ಲ. are not going to be limited by our families, not by the time, nor by any sort of place. നാം ദൈവത്തിന്റെ രാജ്യത്തിലാണ്. ನಾವು ದೇವರ ರಾಜ್ಯದೊಳಗಡೆ We are inside of God's kingdom. ദൈവദിനം പറയും നിത്യം അവനെ ആരാധിക്കും. ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತೆ ನಿತ್ಯವಾಗಿ ನಾವು ಆತನನ್ನು ಆರಾಧನೆ ಮಾಡುತ್ತೇವೆ. The word of Lord tells like this, that we are going to forever worship God. പശുക്കിടാങ്ങളെ പോലെ തുള്ളി ചാടി നമ്മൾ കർത്താവിനെ ആരാധിക്കും. ಅಶ್ವಿನ ಕರುಗಳಂತೆ ನಾವು ಕುಣಿದು ಕುಪ್ಪರಿಸಿ ನಾವು ದೇವರ ರಾಜ್ಯದಲ್ಲಿ We ಕಾಣುವರಾಗಿದ್ದೇವೆ. are going to jump and dance and worship the Lord just like the calves of cows. ഇന്ന് പകർക്കാലം ഇവിടെ നമ്മുടെ ആരാധന എന്ന് പറയുന്നതിന്റെ ചെറിയൊരു അനുഭവം മാത്രമാണ്. ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಆರಾಧನೆ ಅಂತ ಹೇಳುವುದು ಅದರ ಒಂದು ಸಣ್ಣ ಅನುಭವ ಮಾತ್ರವಾಗಿದೆ. This morning time, our worship is just a small experience of a greater thing. ഞാൻ വിശ്വസിച്ച് വരുന്ന നാളുകളിൽ എല്ലാം മറന്ന കർത്താവിനെ ശക്തിയായി ആരാധിക്കുവാനുള്ള വലിയ അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുമെന്ന്. ನಾನು ನಂಬುತ್ತೇನೆ ಬರುವಂತ ದಿನಗಳಲ್ಲಿ ಶಕ್ತಿಯಾಗಿ ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡುವಂತ ಸಮಯಗಳು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿ. I believe in the days to come that God is going to give us the opportunity to worship Him with everything that we've got. അതേ ഹല്ലേലൂയ. യേശു എങ്ങനെയാണ് വെളിപ്പെടുന്നതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ಅದೇ ಯೇಸು ಹೇಗೆ ಪ್ರತ್ಯಕ್ಷನಾಗುವುದು ಎಂದು ನಾವೇ ಬೈಬಲಲ್ಲಿ ನಮಗೆ The ತೋರಿಸಲ್ಪಡಿಸುತ್ತದೆ. Bible mentions about how is Jesus going to reappear again. യേശു വരുന്ന രീതി എന്തുവാണ്? ಯೇಸು ಬರುವಂತ ರೀತಿ ಹೇಗೆ? What is the way by which God is going to come? വെളിപ്പാട് പുസ്തകം 19 അധ്യായം 8 മുതൽ 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ಪ್ರಕಟಣೆ ಪತ್ರಿಕೆ 19:8 ಕೆಳಗಡೆ ಓದುವಾಗ When we read Revelation chapter 19 from 8 onwards, യേശു വിശുദ്ധന്മാരുമായി വരുന്നു. ಯೇಸು ಪರಿಶುದ್ಧರೊಟ್ಟಿಗೆ ಬರುತ್ತಾನೆ. He is going to come along with all the righteous. യൂദായും അത് വളരെ വ്യക്തമായി അതേ വർണ്ണിച്ചിരിക്കുകയാണ്. ಯೂದ ಪತ್ರಿಕೆಯಲ್ಲೂ ಕೂಡ ಅದು ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. Even the book of Jude reveals about the same thing. 15 വാക്യത്തിൽ പറയുന്നു, 15ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ. Jude 15 we read like this. 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നുവെന്നാണ്. ಸಾವಿರ ಪರಿಶುದ್ಧರೊಟ್ಟಿಗೆ ಕರ್ತನು ಬರುವನು. God is going to come with thousands upon thousands of His holy ones. അതേ നമ്മളും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന്. ನಾವು ಅವರ ಜೊತೆಯಲ್ಲಿ ನಾವು ಇರಬೇಕು. And we are also going to be a part of those people. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം 3 അധ്യായം 4 വാക്യത്തിൽ പറയുന്നു, ಕೊಲೊಸ್ಸೆ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ. In Colossians chapter 3 verse 14, Apostle Paul says like this. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ನಮ್ಮ ಜೀವವಾಗಿರುವ ಕ್ರಿಸ್ತನು ಪ್ರಕಟಗೊಳ್ಳುವಾಗ, When our life, that is Jesus, is going to appear, നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന്. ನಾವು ಆತನೊಟ್ಟಿಗೆ ತೇಜಸ್ಸಿನಲ್ಲಿ ಪ್ರಕಟಗೊಳ್ಳುವರು ಎಂದು ನೋಡುತ್ತೇವೆ. we are also going to appear in the same glory that Jesus has. യേശു നമ്മുടെ ജീവനായ ക്രിസ്തുവാണ്. ಯೇಸು ನಮ್ಮ ಜೀವವಾಗಿರುವ ಕ್ರಿಸ್ತನಾಗಿದ್ದಾನೆ. Jesus is the living Jesus of our life. നാമും അവനോട് കൂടെ വെളിപ്പെടുവാൻ സമയമായിരിക്കും. ನಾವು ಆತನೊಟ್ಟಿಗೆ ಪ್ರಕಟಗೊಳ್ಳುವುದಕ್ಕೆ ಸಮಯವಾಗಿದೆ. The time has come when we are also going to appear
with Jesus. അതേ അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ പിന്നെയും 14 വാക്യത്തിൽ വായിക്കുന്നു. ಪ್ರಕಟಣೆ ಪತ್ರಿಕೆ 19:14 ವಾಕ್ಯದಲ್ಲಿ ಪುನಃ ನೋಡುತ್ತೇನೆ. Revelation 19:14 we read like this again. സ്വർഗത്തിലെ സൈന്യം, ಪರಲೋಕ ರಾಜ್ಯದಲ್ಲಿರುವ ಸೈನಿಕರು, The armies of heaven, നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് ಶುಭ್ರವಾಗಿಯೂ ನಿರ್ಮಲವಾಗಿರುವ ವಸ್ತ್ರಗಳನ್ನು ಧರಿಸುತ್ತಾ, dressed in fine linen, white and clean, അതേ വെളുത്ത കുതിരപ്പുറത്ത് കയറി യേശുവിനെ അനുധാവനം അനുഗമിക്കുകയാണ് ചെയ്യുന്നത്. ಬಿಳಿ ಕುದುರೆಗಳ ಮೇಲೆ ಹತ್ತಿಕೊಂಡು ದೇವರಿಗೆ ಅಡ್ಡ ಬೀಳುತ್ತಾರೆ ಎಂದು ನೋಡುತ್ತೇವೆ. we are going to follow Jesus Christ riding on white horses. വെളിപ്പാട് 1:7 ഇങ്ങനെ വായിക്കുന്നു. ಪ್ರಕಟಣೆ 1:7 ನಾವು ಓದುತ್ತೇವೆ. Revelations 1:7 we read like this. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ಈಗೋ ಆತನು ಮೇಘದೊಳಗಡೆ ಬರುವನಾಗಿದ್ದಾನೆ. Look, he is coming amidst the clouds. ഏത് കണ്ണും കുത്തി തുളച്ചവരും അവനെ കാണുമെന്നുള്ളതാണ്. ಯಾವ ಕಣ್ಣುಗಳು ಆತನನ್ನು ನೋಡುವರು ಎಂದು ನೋಡುತ್ತೇವೆ. Every eyes, even those that pierced him, are going to see him. യേശു മേഘാരൂഢനായി വരുവാൻ പോകുകയാണ്. ಯೇಸು ಮೇಘದೊಳಗಡೆ ಬರುತ್ತಾನೆ. Jesus is going to come with the clouds. യേശു തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞായിരുന്നു. ಯೇಸು ಅದರ ಕುರಿತಾಗಿ ವ್ಯಕ್ತವಾಗಿ ಹೇಳಿದನು. Jesus himself very clearly mentions it. മത്തായി 24 അധ്യായത്തില് ಮತ್ತಾಯನ 24ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 30 വാക്യത്തിൽ 24:30 we read like this. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളില്, ಮನುಷ್ಯ ಕುಮಾರನು ಆಕಾಶದೊಳಗಡೆ, The Son of Man amidst the clouds. മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് എല്ലാവരും കാണുമെന്ന്. ಮಹಾಶಕ್ತಿಯಿಂದಲೂ ತೇಜಸ್ಸಿನಿಂದಲೂ ಬರುವಂತದ್ದು ಅನೇಕರು ನೋಡುತ್ತೀವಿ ಎಂದು ಇಲ್ಲಿ ನೋಡುತ್ತಾ ಇದ್ದೀವಿ. Is going to come amidst great glory and everybody are going to see him. യേശുവിന്റെ മേഘത്തിലെ വരവ് വളരെ രഹസ്യമാണ്. ಯೇಸುವಿನ ಮೇಘಗಳಲ್ಲಿ ಬರುವಂತದ್ದು ತುಂಬಾ ರಹಸ್ಯವಾಗಿರುತ್ತವೆ. The coming of Lord Jesus Christ with the clouds is going to be very secret. വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്നതായ ആ വലിയ മഹത്വ പ്രത്യക്ഷത പരസ്യമായിരിക്കുമെന്നുള്ളത്. ಯೇಸು ಆ ಪರಿಶುದ್ಧರೊಟ್ಟಿಗೆ ಇಳಿದು ಬರುವಂತ ಆ ಮಹಿಮಾ ಪದವಿಯಲ್ಲಿ ಇಳಿದು ಬರುವಂತದ್ದು ಅದು ತುಂಬಾ ಬಹಿರಂಗವಾಗಿರುತ್ತದೆ. It's going to be very public when Jesus is going to come along with his holy ones. 2 തെസ്സലോനിയ അതുപോലെ തന്നെ മലാക്കി 4 ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ 2 തെസ്സലോനി മലാഖി 4 ಎಲ್ಲ ನಾವು ಓದುವಾಗ When we read Thessalonians or Malachi chapter, യേശു നീതി സൂര്യനായും പ്രതികാരം ചെയ്യുന്നവനുമായും വരുന്നു. ಯೇಸು ನೀತಿ ಸೂರ್ಯನಂತೆಯೂ ಮೇ ತೀರಿಸುವನಾಗಿಯೂ ಇಳಿದು ಬರ್ತಾನೆ ಎಂದು Jesus ನೋಡುತ್ತೇವೆ. is going to come like the glorified one, and he is also going to come like the one who is going to take revenge. യേശു ജാതികളെയും സാത്താനെയും ന്യായം വിധിക്കും. ಯೇಸು ಜಾತಿಗಳನ್ನು ಸೈತಾನನ್ನು ನ್ಯಾಯ ತೀರ್ಪು ಕೊಡುವವನು. He is going to judge and he is going to punish the devil and the tribes. കാലങ്ങൾ അതിനു വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ಸಮಯಗಳು ಅದಕ್ಕೋಸ್ಕರ, ಕಾಲಗಳು ಅದಕ್ಕೋಸ್ಕರ ದೇವರು ನಿರ್ಣಯಿಸಿದ್ದಾನೆ. The time has been set apart for God. ദൈവമക്കളെ ഉപദ്രവിച്ച ദണ്ഡിപ്പിച്ച ದೇವರ ಜನರನ್ನು ಉಪದ್ರವಗೊಳಪಡಿಸಿದಂತ, The devil who tormented the believers of God. കുറ്റം വിധിച്ച ತಪ್ಪು ಹೊರಿಸಿದಂತ, The one who hurled insults and faults against us. അതേ നല്ല ഹൃദയത്തെ മനസാക്ഷിയെ ഉടച്ചു കളഞ്ഞു. ಒಳ್ಳೆ ಹೃದಯವನ್ನು ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಹೊಡೆದಿದ್ದಿರುವಂತ, The one who broke every good heart and made it into bad. ദൈവമക്കളുടെ നന്മകളെ വിഴുങ്ങിക്കളഞ്ഞു. ದೇವರ ಜನರ ಒಳಿತುಗಳನ್ನು ನುಂಗು ಬಿಟ್ಟಿದ್ದಂತ, The one who swallowed all the blessings of God's people. ന്യായം വിധിക്കുവാൻ ആ സാധാരണ ന്യായം വിധിക്കുവാൻ യേശു വരുന്നു വന്നു. ಅದೇ ಆ ಸೈತಾನನ್ನು ನ್ಯಾಯ ತೀರ್ಪು ಕೊಡೋದಕ್ಕೋಸ್ಕರ ಯೇಸು ಬರುವನಾಗಿದ್ದಾನೆ. Jesus is going to come back to punish the very same devil. യേശു ജനിച്ചത് ജനത്തെ രക്ഷിക്കുവാനായിരുന്നുവെങ്കിൽ ಯೇಸು ಹುಟ್ಟಿರೋದು ಜನರನ್ನು ರಕ್ಷಿಸೋದಕ್ಕೋಸ್ಕರವಾಗಿ. Jesus was born to save the people. യേശു രണ്ടാമത് വരുന്നത് ജനത്തെ ശിക്ഷിക്കുവാൻ കൂടെയായിരിക്കും. ಯೇಸು ಎರಡನೇದಾಗಿ ಬರುವಂತದ್ದು ಅವರನ್ನು ಶಿಕ್ಷಿಸೋದಕ್ಕೋಸ್ಕರವೂ ಆಗಿರುತ್ತೆ. Then the second coming of Jesus Christ is for God to punish the people as ഈ well. വലിയ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ಈ ಒಂದು ದೊಡ್ಡ ಪರಿಜ್ಞಾನವು ನಮಗೆ ಬೇಕಾಗುತ್ತದೆ. This sort of an understanding we must have. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നാം എന്ത് ചെയ്യണം? ಆದ್ದರಿಂದ ಈ ದಿನಗಳಲ್ಲಿ ನಾವೇನು ಮಾಡಬೇಕು? So what should we do during these times? 2 പത്രോസിൽ പത്രോസ് പറയുന്നു, ಎರಡು ಪೇತ್ರದಲ್ಲಿ ಪೇತ್ರನು ಹೇಳುತ್ತಾನೆ,
ಹೇಳುತ್ತಾನೆ. In 2 Peter, Peter says like this. രക്ഷയുടെ ഉറപ്പ് നാം പ്രാപിക്കുകയാണ്. ರಕ್ಷಣೆಯ ದೃಢತೆಯನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. We must become sure of our salvation. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. ರಕ್ಷಣೆ ಆಗದೇ ಇರುವವರು ರಕ್ಷಣೆ ಆಗಬೇಕು. Those who are not saved must be saved. പിന്മാറിയവർ മടങ്ങി വരണം. ಹಿಂಜರಿಗಿದವರು ಮರಳಿ ಬರಬೇಕು. Those who have backslided from their faith must come back to their faith. 3 ദിവസത്തിന് മുമ്പേ ഒരു വ്യക്തി പറഞ്ഞായിരുന്നു, 3 ದಿವಸದ ಹಿಂದೆ ಒಂದು ವ್ಯಕ್ತಿ ಹೇಳಿದರು. 3 days ago, a person told me like this. ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് നടക്കുന്നതായ മരണങ്ങളും അതുപോലെയുള്ളതായ രോഗത്തിന്റെ ആത്മാവിന്റെ അതേ ശക്തിയായ ക്രിയകളും കണ്ട് ಈ ಕಾಲದಲ್ಲಿ ನಡೆಯುತ್ತಿರುವ ಈ ಮರಣಗಳು, ಈ ರೋಗದ ಆತ್ಮವನ್ನು ನೋಡುತ್ತಾ, By watching every sort of things that is happening in the present world, especially about the diseases and the deaths. വളരെ നാളുകളായി അകന്ന ഒരു വ്യക്തി അതേ ആരാധനയ്ക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു പറയാനിടയായിത്തീർന്നു. ಅನೇಕ ದಿನಗಳಿಂದ ಅಗಲಿ ಓದಿದಂತ ಒಂದು ವ್ಯಕ್ತಿ ಆರಾಧನೆಗೆ ತಿರುಗಿ ಬರ್ತೀನಿ ಅಂತ ಹೇಳುತ್ತಾ A ಇದ್ದಾರೆ. person who was from a long time away from coming into the presence of God has given a desire to come closer to God. അനേകർ മടങ്ങി വന്ന് രക്ഷയുടെ ഉറപ്പ് പ്രാപിക്കണം. ಅನೇಕರು ಮರಳಿ ಬಂದು ರಕ್ಷಣೆಯ ದೃಢತೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. Many must come back and they must receive a surety about their salvation. കൊലോസ്യ 1:23 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ಕೊಲೊಸ್ಸೆ 1:23 ನಾವು ನೋಡುತ್ತೇವೆ. We read like this in Colossians 1:23. സുവിശേഷത്തിന്റെ പ്രത്യാശ നിങ്ങളും ഇളകിപ്പോകരുത്. ಸುವಾರ್ತೆಯ ನಿರೀಕ್ಷೆಯಿಂದ ನೀವು ಕದಲಬೇಡಿರಿ. Don't move away from the firmness of the salvation that you've received. സ്ഥിരതയുള്ളവരായി നിങ്ങൾ നിലകൊള്ളണം. ಸ್ಥಿರಚಿತ್ತರಾಗಿ ನಿಲ್ಲಬೇಕು. Be people who are stable and grounded. ഒരിക്കലും ദൈവത്തിന്റെ വഴിയെന്നോ കൂട്ടായ്മ നിങ്ങൾ അകന്നു പോകരുത്. ಒಮ್ಮೆ ಕೂಡ ದೇವರ ಮಾರ್ಗವನ್ನು ಬಿಟ್ಟು ಅನ್ಯೋನ್ಯತೆಯನ್ನು ಬಿಟ್ಟು ದೂರವಾಗಬೇಡಿ. Never for once go away from the presence of God, nor from his fellowship. ദൈവമക്കളായ നമുക്ക് ഒരുക്കുന്ന പദവികളെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ അറിവുള്ളവരായി ದೇವರ ಮಕ್ಕಳಾಗಿರುವ ನಮಗಿರುವ ಪದವಿಯ ಕುರಿತಾಗಿ ದೇವರ ಮಕ್ಕಳ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. We must understand about the great privilege and the position that God has given us. അതുകൊണ്ടാണ് നമ്മുടെ അത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ നമ്മളായിരിക്കുക. ಆದ್ದರಿಂದ ನಾವು ಪರಿಶುದ್ಧವಾದ ಒಂದು ಜೀವಿತವು ಭಕ್ತಿ ಉಳ್ಳವರಾಗಿರಬೇಕು. Therefore we must live a very holy life and a life completely with faith on God. ദൈവത്തിന്റെ വചനവും ഇങ്ങനെയാണ് പറയുന്നത്. ದೇವರ ವಾಕ್ಯವು ಹೀಗೆ ಹೇಳುತ್ತೇವೆ. The word of God tells like this. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ಪರಿಶುದ್ಧರು ತನ್ನನ್ನೇ ತಾನೇ ಪರಿಶುದ್ಧಗೊಳಿಸಿ. Let the Holy One keep himself holy. കാരണം യേശു വേഗം വരുന്നു വന്ന. ಯಾಕಂದ್ರೆ ಯೇಸು ಬೇಗನೆ ಬರುವನಾಗಿದ್ದಾನೆ. Because Jesus is going to come very soon. നാം എല്ലാ വിഷയങ്ങളിലും വളരെ സൂക്ഷ്മതയുള്ളവരായി. ನಾವೆಲ್ಲ ವಿಷಯದಲ್ಲೂ ತುಂಬಾ ಶಾರ್ಪ್ ಉಳ್ಳವರಾಗಿರಬೇಕು. We must be people who are very precise about everything. 1 പത്രോസിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 1 ಪೇತ್ರದಲ್ಲಿ ನಾವು ಹೀಗೆ ಓದುತ್ತೇವೆ. We read like this in 1 Peter. ഒരു നാളും ഇളകിപ്പോകാത്തവരായിരിക്കണം. ನಾವೆಂದೆಂದಿಗೂ ಕದಲದೇ ಇರವರಾಗಿರಬೇಕು. We must for sure be people who are not moving. നമ്മുടെ ഹൃദയം കലങ്ങാൻ പാടില്ല. ನಮ್ಮ ಹೃದಯವು ಕಳವಳಗೊಳ್ಳಬಾರದು. Our hearts must not be afraid. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തണം. ನಮ್ಮ ಕರೆವಿಕೆ, ನಮ್ಮ ಆರಿಸಲ್ಪಟ್ಟಿರುವಂತದ್ದು ನಾವು We ದೃಢಪಡಿಸಿಕೊಳ್ಳಬೇಕು. must be able to bring a surety about our calling and our salvation. ദൈവത്തെ മുറുകെ പിടിച്ച കൂട്ടായുടെ ബന്ധത്തിലേക്ക് മടങ്ങി വരും. ದೇವರನ್ನು ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಂಡು ಅನ್ಯೋನ್ಯದ ಸಂಬಂಧಕ್ಕೆ ಮರಳಿ ಬರಬೇಕು. We must be people who hold on to God real tight and we turn into fellowship. എബ്രായ 10:25 അതേ ദൈവവചനം പറയുന്നത്. ಇಬ್ರಾಯ 10:25 ನೋಡುತ್ತೇವೆ. Hebrews 10:25 we read like this. നാൾ സമീപിച്ചിരിക്കുകയാൽ ಸಮಯವು ಸಮೀಪವಾದದರಿಂದ The day of the Lord and the time has come near. നാം അന്യോന്യം ഉത്സാഹിപ്പിക്കണം. ನಾವು ಒಬ್ಬರಿಗೊಬ್ಬರಿಗೆ ಪ್ರೋತ್ಸಾಹ ಪಡಿಸಿರಿ. We must encourage one another. ആത്മീയ വർധന വരുത്തണം. ಆತ್ಮಿಕವಾದ ಬೆಳವಣಿಗೆ ಉಳ್ಳವರಾಗಿರಿ. We must bring forth an increase in our spiritual life. അനേകരെ ഉറപ്പിക്കുന്നവരായിട്ട്. ಅನೇಕರನ್ನು ನಾವು ದೃಢಪಡಿಸುವವರಾಗಿರಬೇಕು. And we must be people who are able to encourage other people. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ಅದರಿಂದ ಕೊನೆಗೊಳ್ಳುತ್ತಾ It ಇಲ್ಲ. doesn't end there. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം ನೀವು അറിയിക്കുക. ಭೂಲೋಕದ ಕಡೆಗೆ ಹೋಗಿ ಎಲ್ಲಾ ಸೃಷ್ಟಿಗಳ ಬಳಿಯಲ್ಲೂ ಸುವಾರ್ತೆಯನ್ನು ಸಾರಿ. And then you go to the ends of the earth and share the good news with people. ശിഷ്യന്മാര് അവരുടെ കാലഘട്ടത്തിൽ യേശു വരുന്നുവെന്ന് പറഞ്ഞതുപോലെ ಶಿಷ್ಯರುಗಳು ಅವರ ಕಾಲದಲ್ಲಿ ಯೇಸು ಬರುತ್ತಾನೆ ಅಂತ ಹೇಳಿದ ಪ್ರಕಾರ, Like disciples who said that Jesus is going to come back during their lifetime. അവർ പരസ്പരം കാണോ പറയും മാരനാഥ യേശു വരുന്നുവെന്ന. ಅವರು ಒಬ್ಬರಿಗೊಬ್ಬರು ನೋಡುವಾಗ ಹೇಳ್ತಾರೆ ಮಾರಾನಾಥ ಎಂದು ಹೇಳಿ ಯೇಸು ಬರುತ್ತಾನೆ ಎಂದು And ಹೇಳುತ್ತಾರೆ. they used to look at each other and say Maranatha. That means that
our Lord is going to come back. വളരെ സന്തോഷമാണ്. ತುಂಬಾ ಆನಂದವು. That is the joy. ഈ സന്തോഷം മറ്റുള്ളവരോട് നമ്മൾ പങ്കുവെക്കുക. ಈ ಸಂತೋಷವು ನಾವು ಮತ್ತೊಬ್ಬರ ಬಳಿಯಲ್ಲಿ ಹೇಳಿಕೊಳ್ಳಬೇಕು, ಹಂಚಬೇಕು. And we must be able to preach and proclaim and share this love with ദൈവവചനം others. വളരെ വളരെ സ്പഷ്ടമായി പറയുന്നു. ದೇವರ ವಾಕ್ಯ ತುಂಬಾ ಸ್ಪಷ್ಟವಾಗಿ ಹೇಳುತ್ತದೆ. The word of the Lord very clearly says, ദൈവപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്, ದೇವರ ಕುಮಾರನ ಮುಂದೆ ನಿಲ್ಲೋದಕ್ಕೆ ನಾವು ಯೋಗ್ಯರಾಗುವುದಕ್ಕೋಸ್ಕರ, to become worthy of standing before the Son of Man, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. ಎಚ್ಚರವಾಗಿಯೂ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇರಬೇಕು. we must be alert and we must continuously ഈ pray. സമയങ്ങൾ അതിനുവേണ്ടി ദൈവം നമുക്ക് ഒരുക്കിയ ദിനങ്ങളാണ്. ಈ ಸಮಯಗಳು ಅದಕ್ಕೋಸ್ಕರ ನಮಗೆ ಸಿದ್ಧ ಮಾಡಿಕೊಟ್ಟಿದ್ದಾನೆ. These are the days that God has given us to do the same. കഴിഞ്ഞ നാൾ നമുക്ക് വളരെ തിരക്കായിരുന്നു. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾವು ತುಂಬಾ ಬಿಸಿಯಾಗಿದ್ದವರು. Previous days we were very busy. ഒന്നിനും നമുക്ക് സമയമില്ലായിരുന്നു. ಏನಕ್ಕೂ ನಮಗೆ ಸಮಯ ಇರಲಿಲ್ಲ. We didn't have time for anything. ധാരാളം സമയങ്ങൾ ദൈവം നമുക്ക് ಈಗ നൽകിയിരിക്കുന്നു. ಬೇಕಾದಷ್ಟು ಸಮಯಗಳು ದೇವರು ನಮಗೆ ದಯಪಾಲಿಸಿದ್ದಾರೆ. But now God has given more than what we need in terms of time. എല്ലാവരും അവരുടെ സ്വന്തം ഭവനങ്ങളിലായിരിക്കുകയാണ്. ಎಲ್ಲಾ ಜನರು ಅವರವರ ಮನೆಗಳಲ್ಲಿ ಆಗಿದ್ದೀವಿ. Almost everybody are at their houses. ഒരു വലിയ ഉണർവിന് വേണ്ടി നമ്മെ അർപ്പിച്ചു കൊടുക്കുകയാണ്. ಒಂದು ಆತ್ಮಿಕ ಉಜ್ಜೀವನಕ್ಕೋಸ್ಕರ ನಮ್ಮನ್ನೇ ನಾವು ಸಮರ್ಪಿಸಿಕೊಡಿರಿ. We must submit ourselves for a spiritual renewal or a revival in our ദൈവ മുൻപാകെ നമ്മുടെ കുഴഞ്ഞ മുഴങ്കാൽ മടക്കണം. ದೇವರ ಮುಂದೆ ನಮ್ಮ ಮೊಳಕಾಲು ಊರೋಣ. Let's bend our knees before the Lord. നടക്കുന്നതായ പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ ദൂരെ നോക്കി നിൽക്കുന്നവരായിട്ടല്ല. ನಾವು ನಡೆಯುವಂತ ಸಂಭವಗಳನ್ನು ಘಟನೆಗಳನ್ನು ನೋಡಿಕೊಂಡು ನಿಲ್ಲುವರಾಗಿ ಅಲ್ಲ. We must not be people who move aside by looking at the things that are happening in the present world. രോഗത്തിന്റെ ആത്മാവ് ശാപത്തിന്റെ ശക്തികളെല്ലാം അഴിയുവാൻ വേണ്ടി നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. ರೋಗದ ಶಕ್ತಿಯು ಶಾಪದ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗಲಿಕ್ಕಾಗಿ ನಾವು ಶಕ್ತರಾಗಿ ಪ್ರಾರ್ಥಿಸಬೇಕು. But rather we must be people who are willing to pray so that the diseases and every other torments in the world will be moved away. ദൈവമക്കളായ നമുക്ക് എങ്ങനെ നോക്കി നിൽക്കുവാൻ കഴിയും? ದೇವರ ಜನರಾದ ನಮಗೆ ಹೇಗೆ ನೋಡಿಕೊಂಡು ನಿಲ್ಲಕ್ಕಾಗುತ್ತೆ? People of God like us, how can we remain silent? എങ്ങനെ നമുക്ക് സമയം നഷ്ടമാക്കുവാൻ കഴിയും? ಹೇಗೆ ನಮ್ಮ ಸಮಯಗಳು ಕಳೆಯೋದಕ್ಕೆ ನಮ್ಮಿಂದ ಸಾಧ್ಯ? How are we able to waste our time? ഇതാണ് ഏറ്റവും നല്ല റൈറ്റ് ടൈം എന്ന് ಇದು പറയുന്നത്. ಒಳ್ಳೆ ಸಮಯವಾಗಿದೆ. This is the most suitable time that God has given ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ಲೋಕ ರಾಜ್ಯಗಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ to ಮಾಡಿ. pray for the world and the nations, ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ಜನಾಂಗಗಳಿಗೋಸ್ಕರ to ಪ್ರಾರ್ಥಿಸಿ. pray for every ദൈവം Gentile. വിലപ്പെട്ട ഒരു അവസരം നമുക്ക് നൽകിയിരിക്കുന്നു. ಬೆಲೆ ಬಾಳುವಂತ ಒಂದು ಸಮಯವು ದೇವರು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. God has given us precious time into our hands. ഇരിക്കുന്ന ഇരിപ്പുകളിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നു. ಕುತ್ಕೊಳ್ಳುವಂತ ಜಾಗಗಳಲ್ಲಿ ನಮ್ಮೊಟ್ಟಿಗೆ ನೀವು ಸೇರುತ್ತಾ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. You can pray along with us wherever you are sitting, എല്ലാ കണ്ണുകളും അടച്ച് ಎಲ್ಲಾ ಕಣ್ಣುಗಳು ಮುಚ್ಚುತ್ತಾ closing every eye. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ದೇವರ ಬಳಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. Let's pray unto God. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ ಮನುಷ್ಯ ಕುಮಾರನ ಮುಂದೆ ನಿಲ್ಲೋದಕ್ಕೋಸ್ಕರ To stand before the നാം Son of Man, പ്രാപ്തരാകേണ്ടതിന് ನಾವು ಯೋಗ್ಯರಾಗುವುದು. to become ഉണർന്നും worthy of it. പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. ಎಚ್ಚರವಾಗಿಯೂ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ We must ಇರೋಣ. pray and we ഒരു must be വലിയ alert. ഉണർവ്, പ്രാർത്ഥനയുടെ ഉറവ് വെളിപ്പെടട്ടെ. ಒಂದು ದೊಡ್ಡ ಆತ್ಮಿಕ ಉಜ್ಜೀವನವನ್ನು ಪ್ರಕಟ വലിയ ಅದ್ಭುതങ്ങൾ നടക്കട്ടെ. ದೊಡ್ಡ ಅದ್ಭುತಗಳನ್ನು ನಡೆಯಿ. പൈശാച ശക്തികൾ അഴിയട്ടെ. ಪೈಶಾಚಿಕವಾದ ಶಕ್ತಿ രോഗ ആത്മാവ് ഭൂതലത്തുനിന്ന് മാറിപ്പോകട്ടെ. ರೋಗದ ಆತ್ಮವನ್ನು ಈ ಭೂಲೋಕವನ್ನು ಬಿಟ್ಟು ಹೋಗಲಿ. ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ അത് അധിഷ്ഠിതമായിരിക്കും. ದೇವರ ಮಕ್ಕಳ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಒಳಪಟ್ಟುಕೊಂಡಿದೆ. എല്ലാ പ്രശ്നങ്ങളും അഴിഞ്ഞു മാറും. ಎಲ್ಲ ಸಮಸ್ಯೆಗಳು നമ്മുടെ ಬಿಚ್ಚಲ್ಪಡ. കുടുംബങ്ങളുടെ ദൈവം ആശീർവദിക്കും. ನಮ್ಮ ಕುಟುಂಬಗಳು ದೇವರ ಆಶೀರ್ವಾದ മാരക ಮಾಡಲಿ. രോഗങ്ങൾ, പകർച്ചവ്യാധികൾ നമ്മളെ ഹാലലെ ബന്ധിക്കാതെ വേണം ദൈവം സൂക്ഷിക്കണം. ಮಾರಕ ರೋಗಗಳು ಬಾಧೆಗಳು ನಮ್ಮನ್ನು ಮುಟ್ಟದಂತೆ ದೇವರದನ್ನ ಬಂಧಿಸಲಿ. നമുക്ക് പ്രാർത്ഥിക്കാം. ನಮಗೆ ಪ್ರಾರ್ಥನೆ ഇപ്പോൾ ಮಾಡೋಣ. ദൈവദാസി പ്രാർത്ഥിക്കും. ಪರಿಶುದ್ಧನಾಗಿರುವ ನನ್ನ ജൂറി ತಂದೆ ഷാത്തുനി ಸ್ವಾಮಿ, റാത്തുനി ಈ ಮಧ್ಯಾಹ್ನವೇಳೆ അജനാപരാതുനി ಸ್ತೋತ್ರ ശഹത്തുനാരാംധനി ಕರ್ತನೇ, ನಿನ್ನ ನಾಮವನ್ನು ಅಭಿಷಾಕನಾಧುನಿ ಎತ್ತಿಕೊಂಡು ಶನಾಥುನಿ ನಿನ್ನ ರಾಜ್ಯದ വരവകുനി ಕರ್ತನೆ ವ್ಯಾಪ್ತಿಗೋಸ್ಕರ ദൂരാക്കന സുപ്തനാരഹസ്യ ನಿನ್ನನ್ನು ನೆಲೆಗೊಳಿಸಿದ್ದಕ್ಕಾಗಿ യേശുവിന്റെ ಸ್ತೋತ್ರ. നാമത്തിൽ ಕರ್ತನೇ, പ്രാർത്ഥിക്കുന്നു. ಭಾನುವಾರ ದಿನದಲ್ಲಿ ನಾವು ಜೂರಿ ಒಟ್ಟಾಗಿ ಸೇರಿ ಶಾಮುನಿ ಪ್ರಾರ್ಥನೆ ಹಂಬುನಿ ಮಾಡುವಾಗ ಬರಾಗಿ ಬರಾಗಿ ದೇವರೇ ಬರಾಗಿ ನಿನ್ನ ಅದ್ಭುತ ಕಾರ್ಯಗಳು, അതുത്തനാരി ಸೂಚಕ ഹസ്നി ಕಾರ್ಯಗಳನ್ನು റംതുനി ನಡೆಸಬೇಕು മാരി ഹത്തുനാ ತಂದೆ. റഹീശ ಅಪ್ಪ, പരമതുനി ನೀ വരത്തുനി ಆರಾಧನೆಯಿಂದ റംതുനി പോ. ಬಿಡುಗಡೆ ಮಾಡು വലിയ ಸ್ವಾಮಿ. വിടുതലുകൾ ಈ വചനം ಮರಣಾಂತರವಾದ കേട്ടവരുടെ മേൽ ವ್ಯಾಧಿಯಿಂದ ദൈവാത്മാവ് ಜನರನ್ನು ഇറങ്ങിച്ചെല്ലുക. ಬಿಡುಗಡೆ ಮಾಡು ಸ್ವಾಮಿ. ನಮ್ಮ ದೇವರ ಮಕ್ಕಳನ್ನು ಸಂರಕ್ಷಣೆ ಮಾಡು ಕರ್ತನೆ. ಯಾವ ರೀತಿಯಲ್ಲಿ ಯಾರಿಗೂ ಯಾವ ತೊಂದರೆಗಳು ಆಗದಂತೆ ಪ್ರತಿಯೊಬ್ಬರು ರೆಕ್ಕೆ ಮರೆಯಲ್ಲಿ ಮರೆಮಾಚು ಕರ್ತನೆ. ಅಪ್ಪ, ಇದು ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ್ದ ಪ್ರಕಾರ ಲೋಕದಲ್ಲಿ ಸಂಭವಗಳು ನಡೆಯುವಾಗ ನಾವು ಕರ್ತನೆ ಎಚ್ಚರವಾಗಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಉಜ್ಜೀವನಗೊಳ್ಳುವಂತೆ ಸಹಾಯ ಮಾಡು ಕರ್ತಾವೇ, ಕರ್ತನೆ. ಸ್ತೋತ್ರ, ಪ್ರತಿಯೊಂದು ಸ್ತೋತ್ರ, ಕುಟುಂಬಗಳಲ್ಲಿ ಸ್ತೋತ್ರ, ಇರುವಂತ ಮಕ್ಕಳಿಂದ ಹಿಡಿದು ಸ್ತೋತ್ರ, ದೊಡ್ಡವರವರೆಗೂ ನಿನ್ನ ಸ್ತೋತ್ರ, ಕರಗಳಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡುತ್ತೇನೆ സ്തോത്രം ಸ್ವಾಮಿ. സ്തോത്രം. ജീവിതങ്ങളെ ಯಾರು വിടുവിക്കണം, ನಷ್ಟವಾಗದೆ, രക്ഷിക്കണം.
വിടുവിക്കണം, ഭയങ്ങൾ വിടുവിക്കണം, രോഗാത്മാവ് അഴിയണം, മരണഭീതികൾ മാറണം, മരണശക്തികൾ അഴിയണം, മരണത്തിന്റെ വാതിൽ ജനത്തെ വിടുവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ദൈവകൃപയിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഭാരങ്ങൾ, നിരാശകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ಅದ್ಭುತ ಕಾರ್ಯಗಳು, ಸೂಚಕ ಕಾರ್ಯಗಳು യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ನಾವು യേശുവിന്റെ നാമത്തിൽ. ಕೇಳಿಸಿಕೊಂಡ ಪ್ರಕಾರ 4 ವಿಷಯಗಳು ನೆರವೇರಿಬಿಟ್ಟಿದೆ ಸ್ವಾಮಿ. ಇನ್ನು ಉಳಿದಿರ 3 ವಿಷಯಗಳು ಕರ್ತನೆ ನೆರವೇರುವಂತದಿದೆ യേശു രാജ്യം സ്ഥാപിക്കും. ದೇವರೇ, ನೀನು അനേകർ അതിന് പങ്കാളികളായി തീരുവാൻ ദൈവ സഹായിക്കണമേ. ದೇವರು ಜೀವಿಸಿರುವ ದೇವರನ್ನೇ ಭಕ್ತಿಯಿಂದ, ಭಯದಿಂದ, ಹೆಚ್ಚಿನ ಪರಿಶುದ್ಧತೆಯಿಂದ ಜೀವಿಸಲು ನಮ್ಮನ್ನು ಸಹಾಯ ಮಾಡು ಕರ್ತನೆ. ಸಿಕ್ಕಿರುವಂತ ಸಮಯಗಳ ಅರ್ಥಪಡಿಸಿದೆ ಪ್ರತಿಯೊಂದು ದಿನಗಳು ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಸಮಯಗಳ ಕಳೆಯುವಂತೆ ಸಹಾಯ ಮಾಡು ಕರ್ತನೆ. ಪ್ರತಿಯೊಂದು ವಿಷಯಗಳು ಒಪ್ಪಿಸಿಕೊಡುತ್ತೇನೆ. ಎಲ್ಲರನ್ನು ನಮ್ಮನ್ನೇ ನಾವು ತಗ್ಗಿಸಿಕೊಡುತ್ತೇವೆ ಸ್ವಾಮಿ. ಪ್ರಾರ್ಥನೆ ಕೇಳಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಎಲ್ಲಾ ಮಹಿಮೆ ನಿನಗೆ ಸಲ್ಲಿಸುತ್ತಾ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ಬೇಡ್ತೇನೆ ನನ್ನ ತಂದೆಯ പിതാപുത്രപശുദ്ധാത്മാൻ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നീ സാന്നിധ്യവും സഭയോടും വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടും ഇന്നു വരുന്ന കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.